മണിക്കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ പഠിച്ചായിരുന്നല്ലേ? അതെല്ലാം ചെയ്ത ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: E and F are two events such that P of E 0.6. P of E, probability of E എന്ന് പറഞ്ഞാൽ 0.6. Probability of F എന്ന് പറയുന്നത് 0.3. P of E intersection F, E intersection F തന്നിട്ടുണ്ട്, അത് 0.2. P of E 0.6, P of F 0.3. P of E intersection F എന്ന് പറഞ്ഞാൽ 0.2. നമുക്ക് കണ്ടുപിടിക്കേണ്ട P of E given F കാണാം, P of E given F കാണണം, P of F given E കാണണം. ഇത് രണ്ട് കണ്ടുപിടിക്കണം. E given F ഉം F given E കണ്ടുപിടിക്കണം. P of E given F ഡയറക്റ്റ് റിസൾട്ട് ഇല്ലേ, ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിച്ചാൽ മതി. P of E given F എന്ന് വെച്ചാൽ P of E intersection F ബൈ given F ആയതുകൊണ്ട് ബൈ P of F വരും. എല്ലാത്തിൻ്റെയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ടല്ലോ. P of E intersection F എന്ന് പറഞ്ഞാൽ 0.2 ബൈ P of F എന്ന് പറയുന്നത് 0.3. 0.2 ബൈ 0.3. 0.2 എന്ന് പറയുമ്പോഴത്തേക്കും 0.666, 0.67 വരും. 0.67 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അതുപോലെ തന്നെ P of F given E കാണുന്നത്. P of F given Eയുടെ ഇക്വേഷനും ഇത് തന്നെ. P of E intersection F ബൈ P of E ബൈ given E എന്നില്ലേ, അപ്പം താഴെ P of E വരും. P of E intersection F നമുക്കറിയാം 0.2 ബൈ P of E എന്ന് പറഞ്ഞാൽ 0.6. അത് വരുമ്പോഴത്തേക്കും 0.33 അങ്ങനെ വരും. 0.33 പെട്ടെന്ന് കിട്ടും നമുക്ക്. വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് റിസൾട്ടാണ്. ഓക്കെ, ക്ലിയർ ആയില്ല എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: P of Aയും P of Bയും P of B given Aയും തന്നിട്ടുണ്ട്. P of A 0.8, P of A 0.8, P of B 0.5, P of B given A. P of B given A എന്ന് പറയുന്നത് 0.4. മൂന്ന് തന്നിട്ടുണ്ട്. P of A 0.8, P of B 0.5, P of B given A 0.4. ഫൈൻഡ് P of A intersection B. മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. P of A intersection B കാണണം, P of A given B കാണണം, പിന്നെ P of A union B. ഇത് മൂന്നും കണ്ടുപിടിക്കണം. P of A intersection B കാണണം, P of A given B കാണണം, പിന്നെ നമുക്ക് P of A union B യും കാണണം. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം P of A intersection B കാണണം. അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചും കാണാം, അല്ലെങ്കിൽ ഇതുണ്ടോ ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചതല്ലേ? P of A union B മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചതാണല്ലോ. P of A union B is equal to, അല്ല P of A union B അല്ല, P of A intersection B. P of A intersection B is equal to P of A into P of B given A. അത് പഠിച്ചതല്ലേ? അപ്പോൾ നമുക്ക് P of A intersection B കണ്ടുപിടിക്കാം. P of A intersection B കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ P of B given Aയുടെ ഇക്വേഷൻ, P of B given A നമുക്ക് തന്നിട്ടുണ്ട്. P of B given A തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് A intersection B കാണാം. നമുക്ക് P of B given Aയുടെ വാല്യൂ അറിയാമല്ലോ, ഇക്വേഷൻ അറിയാമല്ലോ. P of B given A എന്ന് വെച്ചാൽ P of A intersection B ബൈ P of A. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് P of A B given A, P of B given A എന്ന് പറയുന്നത് P of A intersection B ബൈ P of A ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് P of B given Aയുടെ ആൻസർ 0.4 തന്നിട്ടുണ്ട്, P of Aയുടെ ആൻസർ 0.8. അറിയാൻ മേലത്ത് A intersection B മാത്രമാണ്. അപ്പോൾ അതോടെ കൊടുക്കാം. P of B given Aക്ക് പകരം 0.4 കൊടുക്കാം, ഈക്വൽ ടു P of A intersection B അറിയത്തില്ല ബൈ P of Aയുടെ വാല്യൂ 0.8 അതിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ A intersection B കാണാം, ഡിവൈഡ് ബൈ 0.8നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ 0.4 ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ, ഡിവിഷൻ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു P of A intersection B. 0.4 ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 0.32 ഈക്വൽ ടു P of A intersection B. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി. P of A intersection B നമുക്ക് 0.32 എന്ന് കിട്ടി. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യാം. രണ്ടാമത്തെ P of A given B അല്ലേ? P of A given B കാണാനായിട്ട് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. P of A intersection B ബൈ given B ആയതുകൊണ്ട് ബൈ P of B. P of A intersection B ഇപ്പം കിട്ടി 0.32 ബൈ
പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5 സീക്വൽ ടു 0.32/0.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.64 കിട്ടി. അപ്പോൾ നമുക്ക് പി ഓഫ് എ ഗിവൺ ബിയും കിട്ടി. ഇനി പി ഓഫ് എ യൂണിയൻ ബിയും കൂടെ കിട്ടിയാൽ പോരെ? പി ഓഫ് എ യൂണിയൻ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എ യൂണിയൻ ബി നമുക്കറിയാലോ, നമ്മുടെ അഡീഷൻ തിയറം ഉണ്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതിവിടെ കൊടുക്കുന്നു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എല്ലാം വാല്യൂ അറിയാം. പി ഓഫ് എ നമുക്കറിയാം 0.8 പ്ലസ് പി ഓഫ് ബി 0.5 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ കിട്ടി 0.32. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മൈനസ് 3.32 ചെയ്യുമ്പോഴത്തേക്കും 0.98 കിട്ടും. അപ്പോൾ എല്ലാ ആൻസറും ആയി. അപ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ച റിസൾട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളത് ശരിക്കും ചെയ്തെടുക്കുക. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സംശയമുണ്ടോ? അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇനി നമുക്കുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അഡീഷൻ തിയറം പഠിച്ചു. സെക്കൻഡ് ഇയറിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉണ്ട്. വളരെ സിമ്പിളാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഇവിടെ പ്രൊവൈഡഡ് പി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണുമ്പോൾ ഒരെണ്ണം എ നമ്മൾ വെറുതെ എടുക്കും പി ഓഫ് എ ഇൻറ്റു അടുത്ത ബിയുടെ പ്രോബബിലിറ്റി അത് കാണുമ്പോൾ ഗിവൺ എ വേണം. ഇത് തന്നെ വേറൊരു രീതിയിൽ എഴുതാം. ഓർ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ പി ഓഫ് എ അല്ലേ ആദ്യം എടുത്തത്, പി ഓഫ് ബി വേണേലും ആദ്യം എടുക്കാം. ബി ആദ്യം എടുക്കുന്നു ഇൻറ്റു അപ്പോൾ അടുത്തത് എ ആവേണ്ടത് എ ഗിവൺ ബി എടുക്കണം. ഒരെണ്ണം വെറുതെ എടുക്കും. എയോ ബിയോ ഏത് വേണേലും ആദ്യം എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കാണുമ്പോൾ ഗിവൺ ഫസ്റ്റ് വേണം. അത് ശ്രദ്ധിച്ചാൽ മതി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് എ ആദ്യം എടുക്കുമ്പോൾ പി ഓഫ് ബി ഗിവൺ എ വേണം. പി ഓഫ് ബി ആദ്യം എടുക്കുമ്പോൾ പി ഓഫ് എ ഗിവൺ ബി വേണം. ഇവിടെ പി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പി ഓഫ് ബി ഗിവൺ ബി അല്ലേ, പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് പ്രൂവ് ചെയ്യണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആവും. അപ്പോൾ ഈ എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് ഈ റിസൾട്ട് എഴുതണം. ഇനി അതിൻ്റെ പ്രൂഫ് ഒന്നുമില്ല. പ്രൂഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ. ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി യുടെ ഇക്വേഷൻ നമുക്കറിയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. കണ്ടോ, ഇവിടെ ഡിനോമിനേറ്ററായ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ബൈ പി ഓഫ് ബി എ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ പി ഓഫ് ബി ഇൻറ്റു വരും. അതാദ്യം എഴുതാം. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. കണ്ടോ, പി ഓഫ് ബി ലെഫ്റ്റിൽ വരുമ്പോൾ പ്രോഡക്റ്റ് ഞാനത് ആദ്യം എഴുതിയതേ ഉള്ളൂ. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. കണ്ടോ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇതായില്ലേ. ഇവിടെ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതുണ്ട്. പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0. കണ്ടോ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഒന്നുമില്ല. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ എഴുതുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ഫസ്റ്റ് വൺ കിട്ടാനായിട്ട് നമ്മളിവിടെ പി ഓഫ് ബി ഗിവൺ എ ചെയ്താൽ മതി. പി ഓഫ് ബി ഗിവൺ എ ഇതുപോലെ എഴുതുന്നു. പി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എഴുതുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ആൻസറും കിട്ടും. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തേത് കിട്ടണേ പി ഓഫ് ബി ഗിവൺ എ എഴുതണേ. രണ്ടാമത്തേത് കിട്ടാൻ വേണ്ടി പി ഓഫ് എ ഗിവൺ ബി അല്ലേ നമ്മൾ എഴുതിയത്. ഇതിനകത്ത് പി ഓഫ് ബി ഗിവൺ എ അല്ലേ ഉള്ളൂ. അപ്പം പി ഓഫ് ബി ഗിവൺ എയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ രണ്ടും ചോദിച്ചാലും ഒരെണ്ണം എഴുതിയാൽ മതി. സിമിലർലി മറ്റേത് വെറുതെ അങ്ങ് എഴുതിയാൽ മതി. സിമിലർലി പി ഓഫ് ഇതങ്ങ് എഴുതി വെച്ചാൽ മതി. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനായിട്ട്. അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഡയറക്റ്റ് ഉപയോഗിക്കാം. ഡയറക്റ്റ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലേ ചെയ്ത്, അതിന് പകരം ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ച് ആ ക്വസ്റ്റിൻ്റെ ആൻസർ കാണാം. തൊട്ട് മുമ്പ് ചെയ്തില്ലേ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.32 കിട്ടിയില്ലേ. അത് നമുക്ക് ഈ രീതി പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇപ്പോൾ രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ, 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി, രണ്ട് ഇവൻറ്റ്സ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് വൺ ഇവൻറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഒക്കറൻസ് ഓഫ് ദ സെക്കൻഡ് ഇവൻറ്റ്. അല്ലേ?
ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് നെക്സ്റ്റ് ഇവൻറ്റ്. ഒരെണ്ണത്തിൻ്റെ ഒക്കറൻസ്, ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേതിൻ്റെ പ്രോബബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഇവൻറ്റ് വന്നു എന്നും പറഞ്ഞ് മറ്റേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിക്ക് വ്യത്യാസം വരാൻ പാടില്ല. അപ്പം എ എന്ന് പറഞ്ഞ ഇവൻറ്റ് വന്നാലും വന്നില്ലെങ്കിലും ബിയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം ഉണ്ടാകരുത്. അതുപോലെ ബി വന്നാലും ഇല്ലെങ്കിലും എയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം ഉണ്ടാകരുത്. എയുടെ ഒക്കറൻസ് ബിയെ അഫക്റ്റ് ചെയ്യരുത്, ബിയുടെ ഒക്കറൻസ് എയും അഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഒന്നൊന്നിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻസാണ്. അപ്പം രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എയുടെ ഒക്കറൻസ് ബിയുടെ പ്രോബബിലിറ്റിയെ അഫക്റ്റ് ചെയ്യരുത്. അപ്പം ഗിവൺ എ വന്നാലും ബിയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം ഉണ്ടാകരുത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, എയുടെ പ്രോബബിലിറ്റിയാണ് കാണുന്നത്, ഗിവൺ ബി കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ബി വന്നാലും ഇല്ലെങ്കിലും എയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം ഉണ്ടാകരുതെന്നാണ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരണം? പ്രോബബിലിറ്റി ഓഫ് എ തന്നെ വരണം. അതുപോലെ തന്നെ തിരിച്ചും വേണം. ആൻഡ് ഇത് മാത്രം വന്നാൽ പോലെ തിരിച്ചും ബി ഓഫ് ബി ഗിവൺ എ. ഇവിടെ എയുടെ ഒക്കറൻസ് കൺസിഡർ, എയും കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നാണ്. എ കൺസിഡർ ചെയ്താലും ഇല്ലെങ്കിലും ബിയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം ഉണ്ടാകരുത്. ഇത് പ്രോബബിലിറ്റി ഓഫ് ബി തന്നെയായിരിക്കണം. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ ഇത്. 2 events A and B are said to be independent if പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി തന്നെ ആവണം. അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിനെ ഒന്ന് മാറ്റി പിടിക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയാം. ഇപ്പം നമ്മൾ പഠിച്ചാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എന്ന് പഠിച്ചതാണ്. ഇത് ബിക്കംസ്, ദിസ് വൺ ബിക്കംസ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രം നമ്മുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ തിയറി ഇതാണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ തിരിച്ചു എഴുതാം. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പി ഓഫ് ബി ഗിവൺ എന്നുള്ളത് പി ഓഫ് ബി ആയിട്ട് മാറും. ദിസ് ബിക്കംസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എക്ക് പകരം പി ഓഫ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഈ സംഗതി, ഈ രണ്ട് സംഗതി, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും വരാം. 2 events ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് വേണമെങ്കിലും വരാവുന്നല്ല, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എ ആയിരിക്കണം, പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി ആയിരിക്കണം. അതുപോലെ തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി തന്നെ ആയിരിക്കണം. കാരണം ഇത് രണ്ടും വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും, മൾട്ടിപ്ലിക്കേഷൻ തിയറമല്ലേ. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇൻഡിപെൻഡൻസി ചോദിച്ചാൽ ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ശരിയാണ്, എല്ലാം ശരി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആവശ്യമനുസരിച്ച് ചെയ്യാം. നമ്മൾ പ്രോബ്ലത്തിന് ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ കണ്ടീഷനാണ് പ്രോബ്ലത്തിന് കൂടുതലും. ശരിക്കും ഡെഫിനിഷൻ ഇതാണ് എങ്കിൽ തന്നെയും പ്രോബ്ലത്തിന് നമ്മൾ ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ, രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ഇതാണ് കണ്ടീഷൻ. ക്ലിയർ ആയില്ലേ? ഇനി ഇൻഡിപെൻഡൻസ് വെച്ച് 2-3 തിയറംസ് ഉണ്ട്. അത് മാറി മറിഞ്ഞും ഒക്കെ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇഫ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് പ്രൂവ് ദാറ്റ്, പ്രൂവ് തെളിയിക്കണം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മൾ തെളിയിക്കണം 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് തിരിച്ച് എയും ബി ഡാഷും ഇല്ലേ, അടുത്തത് എ ഡാഷും ബിയും, എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി മൂന്നാമത് ഒന്നും കൂടെ ഉണ്ട്, എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏത് കോമ്പിനേഷനും, കോംപ്ലിമെൻ്റ് ഉൾപ്പെടെ ഏത് കോമ്പിനേഷൻ എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഒന്നാമത് എയും ബി ഡാഷും, രണ്ടാമത് എ ഡാഷും ബിയും, മൂന്നാമത്തേത് എ ഡാഷും ബി ഡാഷും. ഇതിലേത് വന്നാലും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കാര്യം ഒരേ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നേക്കുക. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റിന് നിങ്ങൾക്ക് എടുക്കാവുന്ന കണ്ടീഷൻ മുഴുവൻ എടുക്കാം. 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ, അതെല്ലാം എഴുതി വെക്കാം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പി ഓഫ് എ ഗിവൺ ബി എന്തായിരിക്കും? പി ഓഫ് എ തന്നെ ആയിരിക്കും. പി ഓഫ് ബി ഗിവൺ എ എന്തായിരിക്കും? അതും പി ഓഫ് ബി തന്നെ ആയിരിക്കും.
പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എ ആണ്, പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി ആണ്, ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് മൂന്നും തെളിയിക്കണം. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എ ആണ്, പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി ആണ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് ആദ്യം എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഇവൻറ്റ്സ് ഏത് രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഏതാണോ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി എടുക്കുക. അപ്പം നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബി ഡാഷും അല്ലേ, എയും ബി ഡാഷും ആണ്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ വേണം എടുക്കാൻ. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണാൻ പറഞ്ഞാൽ എയുടെയും ബി ഡാഷിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി കാണുക. പ്രോഡക്റ്റ് ആണെന്ന് കിട്ടിയാൽ മതി. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടിയാൽ മതി. ഈ കണ്ടീഷൻ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ. അപ്പോൾ എയും ബി ഡാഷും വരണമെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടണം. നമുക്ക് നോക്കാം ഉണ്ടോന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കുന്നു. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം അവിടെ ഇൻഡിപെൻഡൻസ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഏത് ഇവൻസിനും ഉപയോഗിക്കാം. ഏത് ഇവൻസിനും മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കുമ്പോൾ ആദ്യം എയുടെ പ്രോബബിലിറ്റി വെറുതെ എടുക്കുന്നു ഇൻറ്റു, പിന്നെ എടുക്കേണ്ട ബി ഡാഷിൻ്റെ പ്രോബബിലിറ്റിയാണ്. രണ്ടാമത്തെ ഇവൻറ്റ് ബി ഡാഷ് ആണ്. അപ്പം ബി ഡാഷിൻ്റെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗിവൺ എ വേണം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആണ്. അപ്പോൾ ഇവിടെ ബിക്ക് വരും ബി ഡാഷ് ഒന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. ഇത് ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ചാണ് നമ്മൾ ഇത് പറഞ്ഞത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈക്വൽ ടു ഇനി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഗിവൺ എ. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടിക്കകത്ത് പഠിച്ചതാണ്. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ച പി ഓഫ് എ ഡാഷ് ഗിവൺ ബി, എ ഡാഷ് ഗിവൺ ബി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഡാഷ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് എ അല്ലേ. ഗിവൺ കണ്ടീഷൻ അതേവിടെ ഇടുക, മാറ്റമൊന്നും വരരുത്. അപ്പോൾ ഇത് ശരിക്കും പി ഓഫ് ബി ഡാഷാണ്. പി ഓഫ് ബി ഡാഷ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് ബി ആണ്. ഗിവൺ എ അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഗിവൺ എ ഇടുന്നു, അത്രയേ ഉള്ളൂ. ഗിവൺ എ അവിടെ ഉള്ളതുകൊണ്ട് ഗിവൺ എ ഇവിടെ ഇടുന്നു. ഗിവൺ കണ്ടീഷൻ അതേപടി ഇടുക. ബാക്കി അതിന് മുമ്പിലത്തെ നോക്കിയാൽ പി ഓഫ് ബി ഡാഷ് അത് 1 മൈനസ് പി ഓഫ് ബി ആണ്. അങ്ങനെ എഴുതി. ഇനി പി ഓഫ് ബി ഗിവൺ എ എന്താണ് നമ്മളിവിടെ എഴുതിയത്? പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി, കാരണം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്നേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം പി ഓഫ് ബി കൊടുക്കാം. അപ്പം പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി മതി, കാരണം നമ്മുടെ തന്നിട്ടുള്ള പി ഓഫ് ബി ഗിവൺ എ വന്നാൽ ഉടനെ പി ഓഫ് ബി കൊടുക്കാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ 1 മൈനസ് പി ഓഫ് ബി എന്നതാ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ. പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി എന്ന് വെച്ചാൽ പി ഓഫ് ബി ഡാഷ്. കേട്ടോ, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൽ നിന്നാണ് തുടങ്ങിയത്. പ്രോഡക്റ്റ് വന്നില്ലേ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ ഒന്നും ആലോചിക്കേണ്ട, എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു സംശയവും വേണ്ട. എയും ബി ഡാഷും ഒന്നാമത്തെ റിസൾട്ട് എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് എ ഡാഷ് ആൻഡ് ബി അല്ലേ, എ ഡാഷ് ആൻഡ് ബി. അപ്പോൾ നമ്മൾ എ ഡാഷ് ആൻഡ് ബി വരുമ്പോൾ എ ഡാഷിൻ്റെയും ബിയുടെയും ഇൻ്റർസെക്ഷനാണ് എടുക്കേണ്ടത്. എ ഡാഷിൻ്റെയും ബിയുടെയും ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തണം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആദ്യം ഏത് വേണേലും എടുക്കാം. പി ഓഫ് എ ഡാഷ് വേണേലും ആദ്യം എടുക്കാം, പി ഓഫ് ബി വേണേലും ആദ്യം എടുക്കാം. നമ്മൾ ആദ്യം എടുക്കുമ്പം കോംപ്ലിമെൻ്റ് ഇല്ലാത്തതങ്ങ് എടുക്കാം. അപ്പോൾ കോംപ്ലിമെൻ്റ് ഇല്ലാത്ത ബിക്കല്ലേ, അപ്പം ബിയിൽ തുടങ്ങാം. പി ഓഫ് ബി നമ്മൾ തൊട്ട് മുമ്പത്തേൻ്റെ അകത്ത് എയിലായിരുന്നു തുടങ്ങിയത്. ഇവിടെ ബിക്കാണ് കോംപ്ലിമെൻ്റ് ഇല്ലാത്ത പി ഓഫ് ബി ഇൻറ്റു നമുക്ക് ഏത് വേണേലും ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു. ഇനി ബിയുടെ പ്രോബബിലിറ്റി എഴുതി. ഇനി എ ഡാഷിൻ്റെ വേണ്ടത്. എ ഡാഷിൻ്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ ഗിവൺ ബി വേണം. ആദ്യം ബി എടുത്തില്ലേ, അപ്പം രണ്ടാമത് എഴുതുമ്പോൾ ഗിവൺ ബി മറക്കരുത്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി പി ഓഫ് എ ഡാഷ് ഗിവൺ ബി ഇതുണ്ട്. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി നമ്മൾ ഡയറക്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി പി ഓഫ് എ ഗിവൺ ബി കണ്ടോ, പി ഓഫ് എന്ന് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എ ആണ് നമുക്ക് ഉപയോഗിക്കാം, പേടിക്കൊന്നും വേണ്ട. അപ്പം പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ എന്നെഴുതാം. 1 മൈനസ് പി ഓഫ് എ എന്താണ്?
പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ് വന്നു. കണ്ടോ, ആൻസർ ആയില്ലേ? അപ്പം പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് നമുക്ക് ആദ്യം പി ഓഫ് എ ഡാഷ് എഴുതാം. പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി. അപ്പം പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി കിട്ടി. അപ്പോൾ എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റാണ്. എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ആദ്യം എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ ചെയ്യണമെങ്കിൽ ഈ റിസൾട്ടും കൂടെ ആവശ്യം വരും. അപ്പം നമ്മൾ ആദ്യം നിങ്ങളോട് ഈ മൂന്നാമത്തേത് മാത്രം ചോദിച്ചു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ ഒന്നാമത്തേത് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദിക്കും. ചിലപ്പോൾ 2, 3 കൂടെ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാത്രം ചോദിക്കാം. 3 മാത്രം ചോദിച്ചാൽ ഈ ഒരു റിസൾട്ട് രണ്ടാമത്തേതും കൂടെ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തേത് എഴുതിയിട്ട് അത് വെച്ച് എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കാര്യം കിട്ടും, പി ഓഫ് ബി നമുക്ക് അവിടെ അടുത്ത് ചെയ്യുമ്പോൾ എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടിയില്ലേ? എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ കിട്ടും. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി എന്നുള്ളത് പി ഓഫ് എ എന്നും കിട്ടും. പി ഓഫ് ബി ഗിവൺ എ ഡാഷ് എന്നുള്ളത് പി ഓഫ് ബി എന്നും കിട്ടും. ഇത് രണ്ടും കിട്ടും അല്ല. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി എന്നുള്ള പി ഓഫ് എ ഡാഷ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എ ഡാഷ് ബി വന്നെന്നും കരുതി എ ഡാഷിനെ അഫക്റ്റ് ചെയ്യുന്നില്ല പ്രോബബിലിറ്റിയെ. എ ഡാഷ് വന്നു എന്ന് കരുതി ബിയെ അഫക്റ്റ് ചെയ്യുന്നില്ല, എ ഡാഷും ബിയും. അപ്പം എ ഡാഷ് ഗിവൺ ബി വന്നാൽ എ ഡാഷ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് തന്നെ വരും. ബി ഗിവൺ എ ഡാഷ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. ബി ഗിവൺ എ ഡാഷ് വന്നാൽ പ്രോബബിലിറ്റി ഓഫ് ബി വരും. ആ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിലൊരു റിസൾട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇതും കൂടെ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അടുത്ത് മൂന്നാമത്തേത് പ്രൂവ് ചെയ്യാം. മൂന്നാമത്തേത് എ ഡാഷും ബി ഡാഷും അല്ലേ? അപ്പം പി ഓഫ് എ ഡാഷ് ഇൻറ്റു ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷും ബി ഡാഷും ആയതുകൊണ്ട് അതിന് ഇൻ്റർസെക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം രണ്ടിനും കോംപ്ലിമെൻ്റ് ഉണ്ട്. ഏതാദ്യം എടുത്താലും കുഴപ്പമില്ല. ആദ്യം എ ഡാഷ് എഴുതാം, എ ഡാഷ് ഇൻറ്റു, പിന്നെ ബി ഡാഷ് എഴുതുമ്പോൾ ഗിവൺ എ ഡാഷ് വേണം. മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് എ ഡാഷ് എന്താണെന്ന് നമുക്ക് വേണം. ഇത് പി ഓഫ് ബി ഡാഷ് എന്നുകൊണ്ട് കിട്ടിയാൽ മതി. നോക്കാം. ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഗിവൺ എ. പി ഓഫ് ബി ഡാഷ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് ബി അല്ലേ? 1 മൈനസ് പി ഓഫ് ബി ആണ്. ഗിവൺ കണ്ടീഷൻ അതേപടി ഇടുക. കണ്ടീഷണൽ പ്രോപ്പർട്ടിക്ക് നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും ഉപയോഗിക്കാം. അപ്പം ഗിവൺ കണ്ടീഷൻ അതേപടി ഇടുക. ഇതുണ്ടോ, ബി ഗിവൺ എ ഡാഷ്. ഞാൻ പറയുന്നത് ഈ റിസൾട്ട് ഉപയോഗിക്കണമെന്ന്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വി പ്രൂവ് ദാറ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി സെക്കൻഡ് കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഫ്രം ടു എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ദെയർഫോർ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടും കൂടി ഉപയോഗിക്കാം. അപ്പം ബി ഗിവൺ എ ഡാഷിന് പകരം പി ഓഫ് ബി കൊടുക്കാം. അപ്പം പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി. 1 മൈനസ് പി ഓഫ് ബി അറിയാമല്ലോ. പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. കണ്ടോ, പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഈ മൂന്നാമത്തെ ചോദിച്ചാൽ മാത്രം സെക്കൻഡും കൂടെ ഒന്ന് ചെയ്യണം, എന്നാലേ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചോണം, ചെയ്ത് പഠിച്ചോണം. ചോദിക്കാവുന്ന ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ഈ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. പ്രൂവ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി ഈസ്, ഇത് പ്രൂവ് ചെയ്യണം കേട്ടോ, ഈസ് 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഇത് തെളിയിക്കണം. ഈ ആകെ തന്നേക്കുന്ന എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് മാത്രം. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യണം പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി. അതിൻ്റെ വാല്യൂ 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പം ആകെ തന്നേക്കുന്നത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മാത്രമാണ്. നമുക്കത് വെച്ച് ചെയ്യുന്നത്. നമുക്കിവിടെയാണ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി.
ഇതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ എന്താ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ മിനിമം മിനിമം എന്ന് പറയുമ്പോൾ എ ആകാം, ബി ആകാം, എയും ബിയും ആകാം. ശരിക്കും പറഞ്ഞാൽ എ ഓർ ബി ആ. അറ്റ്ലീസ്റ്റ് വൺ എന്ന് വെച്ചാൽ എ ഓർ ബി തന്നെയാണ്. എ ഓർ ബിയുടെ സിമ്പിൾ എന്നാ? എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി ആ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. യൂണിയൻ ആണെന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അറ്റ്ലീസ്റ്റ് വൺ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് വൺ വരുമ്പം യൂണിയനാണ്, മറക്കരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി വെച്ചാൽ പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ എന്താണ്? അഡീഷൻ തിയറം പഠിച്ചതല്ലേ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ഇൻഡിപെൻഡൻ്റ് ആയതിൻ്റെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് മാറ്റാം. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. ദെയർഫോർ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിക്ക് പകരം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അത് നമ്മളിവിടെ എഴുതാൻ പോകുന്നു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് പകരം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതുന്നു. കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ അറ്റ്ലീസ്റ്റ് വണ്ണിനെ യൂണിയൻ ആക്കി. യൂണിയൻ കിട്ടിയാൽ ഉടനെ അഡീഷൻ തിയറം എഴുതുന്നു. അഡീഷൻ തിയറത്തിൻ്റെ അകത്ത് ഇൻ്റർസെക്ഷൻ വന്നുകൊണ്ട് നമ്മൾ കണ്ടീഷൻ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള ആ കണ്ടീഷൻ ഉപയോഗിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ പ്രോഡക്റ്റ് ആക്കി എഴുതാം. ഇനി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കേട്ടോ. നമ്മുടെ ആൻസറിലേക്ക് ഒരു കണ്ണു വേണം. പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് 1 മൈനസ്. ഇപ്പോൾ എയും ബിയും ഒക്കെ മാറണം. എന്താണേലും നോക്കുക. പി ഓഫ് എ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. പി ഓഫ് എ ഇത് നോക്കുക. ഇവിടെ പി ഓഫ് ബി ഉണ്ട്, ഇവിടെയും പി ഓഫ് ബി കോമണാണ്. ഇവിടെ രണ്ടിടത്തും പി ഓഫ് ബി കോമൺ ആയതുകൊണ്ട് നമുക്കൊരു പി ഓഫ് ബി വെളിയിലേക്ക് എടുക്കാം. പി ഓഫ് ബി ഇൻറ്റു ഇവിടെ പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി ഇവിടുന്ന് കോമൺ എടുത്തു. മിച്ചം അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. അവിടെ ഒന്നും ഇല്ലെങ്കിൽ 1 ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയരുത്. അവിടെ 1 മിച്ചമുണ്ട്. എപ്പോഴും ഏതിൻ്റെ കൂടെ 1 ഉണ്ടല്ലോ. ഇനി പ്ലസ് പി ഓഫ് ബി ആ. ഇവിടെ പി ഓഫ് ബി വെളിയിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, പി ഓഫ് എ ഉണ്ട്. ഇത്രയും വരും. ഇനി 1 മൈനസ് പി ഓഫ് എ എന്താണ്? ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് വന്ന് 1 മൈനസ് പി ഓഫ് എ വന്നു. അതിന് നമുക്ക് പി ഓഫ് എ ഡാഷ് എഴുതാം. അപ്പം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് ഒരു നോട്ടം വേണം. 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് എ ഡാഷ് ബി ഡാഷ്. നമുക്കവിടെ കോംപ്ലിമെൻറ്റ് മാത്രമേ വരാവുള്ളൂ. എയും ബിയും ഒക്കെ മാറ്റണം. ഇപ്പോൾ എ ഇവിടെ ഒരു എണ്ണം എ ഡാഷ് ആയി. അപ്പോൾ അടുത്തതിനും കൂടെ നമുക്ക് എ ഡാഷ് ആക്കാം. ഒരെണ്ണം എന്താണല്ലോ എ ഡാഷ് ആയല്ലോ, അടുത്തതിനും കൂടെ എ ഡാഷ് ആക്കാം. അത് ഒരെണ്ണത്തിനെ കംപ്ലീറ്റ് അങ്ങ് മാറ്റാം. അപ്പം പി ഓഫ് എയെ നമുക്ക് പി ഓഫ് എ ഡാഷ് ആക്കാം. തിയറം പഠിച്ചതാണ്. പി ഓഫ് എ ഡാഷ് എന്ന് വെച്ചാൽ പി ഓഫ് എ എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് എ ഡാഷ് ആണല്ലോ. പി ഓഫ് എ എന്ന് വെച്ചാൽ ഈ പി ഓഫ് എയെ നമ്മൾ മാറ്റുന്നു. 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ബാക്കി അതേപോലെ തന്നെ പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. ഇനി ഇവിടെയൊക്കെ കോമൺ ആയിട്ട് പി ഓഫ് എ ഡാഷ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് 1 കഴിഞ്ഞിട്ട് മൈനസ് ഇത് ഒരുമിച്ചാക്കണം. ഈ ടേം ഒരുമിച്ച് 1 മൈനസ് ബാക്കി ഇത് ഒരുമിച്ചാക്കണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കണം നമുക്ക്. അതുകൊണ്ട് ഈ പ്ലസിനെയും കൂടെ ഞാനങ്ങ് മൈനസ് ആക്കുക. അപ്പോൾ ആൻസറിലേക്ക് നോക്കിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. പി ഓഫ് എ ഡാഷ് നമുക്ക് മൈനസ് കോമൺ എടുക്കാനുണ്ട്. പ്ലസിനെ മൈനസ് ആക്കുന്നു. എങ്ങനെയാക്കാം? മൈനസ് ഇട്ടാൽ പോരെ. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. അപ്പോൾ നമുക്ക് ആൻസറിൽ 1 ഉണ്ട്, ഒരു മൈനസും കൂടെ കോമൺ എടുത്തു. ഇവിടെ രണ്ടിടത്തും പി ഓഫ് എ ഡാഷും കൂടെ കോമൺ ഉണ്ട്. അപ്പം മൈനസ് പി ഓഫ് എ ഡാഷ് അങ്ങോട്ട് കോമൺ എടുത്തു. പിന്നെ മിച്ചം മൈനസും പി ഓഫ് എ ഡാഷും കോമൺ എടുത്തു. ഫുള്ള് കോമൺ എടുത്തു. മിച്ചം അവിടെ 1 വരും. ഈ മൈനസ് വെളിയിലേക്ക് എടുത്തു. പിന്നെ അവിടെ ഒരു മൈനസ് മിച്ചമുണ്ട്. മൈനസ് പി ഓഫ് എ ഡാഷും വെളിയിലേക്ക് എടുത്തു. അപ്പോൾ അവിടെ ഒരു പി ഓഫ് ബി ഉണ്ട്. 1 മൈനസ് പി ഓഫ് ബി. 1 മൈനസ് പി ഓഫ് ബി എന്താണ്? 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇവിടെ ഉണ്ട്. 1 മൈനസ് പി ഓഫ് ബി എന്ന് വെച്ചാൽ പി ഓഫ് ബി ഡാഷ്. ആൻസർ ആയില്ലേ? കണ്ടോ? പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1 ഓഫ് എ ആൻഡ് ബി തുടങ്ങി ചെയ്തു വന്നപ്പോൾ 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വരെ ഇവിടെ അഡീഷൻ തിയറം, പിന്നെ ഇൻ്റർസെക്ഷന് ഇൻഡിപെൻഡൻറ്റ് കണ്ടീഷൻ കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. താങ്ക് യു.